ജില്ലാ ആശുപത്രി ചോർന്നൊലിക്കുന്ന ഒരു ആശുപത്രിയായിരുന്നു. 7 ഡോക്ടർമാരായിരുന്നു 2014 ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബഹുമാന്യ രാമേന്ദ്രൻ സാർ ഇടപെട്ട് ഡോക്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധന വരുത്തി. ഇന്ന് അവിടെ 115 കോടിയുടെ ഒരു ആശുപത്രി വരികയാണ്. ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു സർക്കാർ ആശുപത്രി പൊളിച്ച് പുതിയൊരു ആശുപത്രി പണിയാൻ. നേരിട്ട് ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറും നന്നായി സഹായിച്ചു. 5 ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സെൻട്രൽ ട്രാവലുള്ള ഏറ്റവും നല്ല ആശുപത്രി 115 കോടി രൂപയ്ക്ക് യാഥാർത്ഥ്യമായി. നമുക്കിപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇവിടെ നമുക്ക് കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദൂരെ കൂടുതലാണ്. എനിക്കിതേ പറയാവുള്ളൂ, നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു ഭാഗ്യവും ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിട്ടിയത്. എൻ്റെ ചോട്ടനെ കൊണ്ട് ഞാൻ ഒത്തിരി ഓടിയ കോട്ടയത്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യും. എൻ്റെ കുഞ്ഞിന് 9 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കോട്ടയത്ത് പട്ടിണി കിടന്നു. നമുക്ക് പോകാനും വരാനും ആരുമില്ല. അതുകൊണ്ട് അച്ഛൻ മരിച്ചു. ഞാൻ ഒത്തിരി അനുഭവിച്ചു. അപ്പം ഇത്ര അടുത്ത് കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. സൈച്ചരൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കും, നല്ല സഹായം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സാറ് നമുക്കത് സാധിച്ചു തരും. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പാവങ്ങൾക്കൊക്കെ പിന്നെ വണ്ടാനം, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തികം അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇത് വരുന്നത് ഏറ്റവും 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 ഞങ്ങൾക്ക് സന്തോഷവും നല്ല കാര്യമാണത്. സാർ ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം നല്ല നല്ല ഉപകാരങ്ങളാണ്. സാറിൻ്റെ ദീർഘായുസ് ദൈവം കൊടുക്കണം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ അലോപ്പതി മാത്രമല്ല, ചോർന്നൊലിച്ച് കിടന്ന ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്തി മനോഹരമായ കെട്ടിടം 7 കോടി രൂപയ്ക്ക് നിർമ്മിച്ച് പൂർത്തീകരിച്ച് നാട് സമർപ്പിക്കാൻ പോവുകയാണ്. ധാരാളം പ്രാദേശികമായ ആയുർവേദ ആശുപത്രികൾക്ക് വെൺമണി, ചെറിയനാട് ഒക്കെ പണം അനുവദിച്ച് നിർമ്മാണം നടത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവശേഷിക്കുന്ന ഏതെങ്കിലും സബ് സെൻ്ററുകളോ അല്ലെങ്കിൽ ആയുർവേദ ആശുപത്രികളോ ഇനിയും ഉണ്ടെങ്കിൽ അതിനും പൂർണ്ണമായി പണം നൽകി അതിനെ പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 5ഓളം സബ് സെൻ്ററുകളുടെ നിർമ്മാണം ഇപ്പം നടന്നു വരികയാണ്. ഉദരൂരുള്ള ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിച്ചതാണ് സമയം. 13 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ആ 13 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും MLA എന്ന നിലയിൽ ഞാൻ ഫണ്ട് കൊടുത്തു. പുതിയ കെട്ടിടങ്ങൾ പണിതു. അതിൽ ഭൂരിപക്ഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. ഇപ്പോൾ ഡോക്ടർമാരും നേഴ്സും മരുന്നും ആവശ്യ സംവിധാനം പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു.